ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ഷൈനി. ഞാൻ അങ്കമാലിക്കടുത്തുള്ള എളവൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2023 ജൂലൈ 23 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. ആദ്യമായിട്ട് എൻ്റെ മകൻ ബിടെക് കഴിഞ്ഞ് ഇറ്റലിയിൽ പോയിട്ട് മാസ്റ്റേഴ്സിന് പഠിക്കാനായിട്ട് പോയായിരുന്നു. അതിലവൻ ഫൈനൽ എക്സാമിന് 3 പ്രാവശ്യം തോറ്റു. ഞാൻ മാതാവിനോട് ഒത്തിരി വിഷമത്തോടു കൂടി തന്നെ പ്രാർത്ഥിച്ചു. 4ാമത്തെ പ്രാവശ്യം മകൻ പാസ്സായി. അതിനുശേഷം ഉടനെ തന്നെ അവന് ജോലി കിട്ടിയെങ്കിലും കമ്പനിക്ക് പ്രൊജക്റ്റ് നഷ്ടമായതിനാൽ അവൻ്റെ ജോലി നഷ്ടപ്പെട്ടു. വീണ്ടും അവൻ ഒത്തിരി ഇൻ്റർവ്യൂവിനെല്ലാം പോയി. ജോലിയൊന്നും ആയില്ല. ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ട്, അച്ഛൻ ക്രൂശിത രൂപം തലയിൽ വെച്ച് പ്രാർത്ഥിച്ച് കാശ് രൂപം തന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു ഉടമ്പടി പുതുക്കണമെന്ന്. ഞാൻ പിറ്റേ മാസം തന്നെ ഉടമ്പടി പുതുക്കി. അതിൻ്റെ പിറ്റേ മാസം തന്നെ എനിക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. മകന് ജോലി ലഭിക്കുകയും ചെയ്തു. അടുത്തതായി എൻ്റെ മകൾക്ക് കല്യാണത്തിന് വേണ്ടി ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. മാർച്ചിൽ ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, അടുത്ത ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ മകളുടെ കല്യാണം ഉറപ്പിച്ചു തന്നേക്കണമെന്ന്. മെയ് 11 അവളുടെ കല്യാണം ഉറപ്പിച്ചു. ഈ ഓഗസ്റ്റ് 17 അവളുടെ കല്യാണമാണ്. അടുത്തതായിട്ട് മകൾക്ക് കക്ഷത്തിലൊരു ചെറിയ കഴല ഉണ്ടായിരുന്നു. എനിക്കത് കണ്ടിട്ട് ഭയങ്കര ടെൻഷനായി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം പുരട്ടി കഴലുള്ളിടത്ത് പുരട്ടി മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, ഇത് ഡോക്ടറിനെ കാണിക്കുമ്പോൾ യാതൊരു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞേക്കണേ, ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന്. ഞാൻ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അടുത്തതായിട്ട് എനിക്ക് എൻ്റെ കാലിൻ്റെ ഉപ്പുറ്റിയിൽ 6 മാസം കൊണ്ട് നല്ല വേദനയായിരുന്നു, ഉപ്പുറ്റി വേദന. അത് മാതാവ് ഞാൻ ആ ഉപ്പുറ്റിയിൽ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. എൻ്റെ ഉപ്പുറ്റി വേദന മാറി. അടുത്തതായിട്ട് ഞങ്ങളുടെ സ്ഥലം വിൽക്കാനായിട്ട് ഉണ്ടായിരുന്നു. കുറച്ച് നാളായി വിൽക്കാനിട്ടിരിക്കുന്നത്. വിൽക്കാൻ സാധിച്ചില്ല. ഞാൻ കൃപാസനത്തിലെ ഉപ്പ് കൊണ്ടുപോയി അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടു. അധികം വൈകാതെ തന്നെ ആ സ്ഥലം കച്ചവടമായി. മകളുടെ കല്യാണമാകുമ്പോഴേക്കും എനിക്ക് ആ പൈസയെല്ലാം കിട്ടണമെന്നൊക്കെ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവ് ഇതെല്ലാം എനിക്ക് നേടിത്തന്നു. പിന്നെ ഇതെല്ലാമാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാൻ ഇവിടെ പത്രം കൊണ്ട് ബസ് സ്റ്റാൻഡിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും എല്ലാം കൊടുക്കുമായിരുന്നു. പിന്നെ യൂട്യൂബിൽ ധ്യാനം കാണുമായിരുന്നു, കണ്ട് ഷെയർ ചെയ്യുമായിരുന്നു. പിന്നെ അവരുടെ ഡെയിലി ബ്രെഡ് അത് കണ്ട് ഷെയർ ചെയ്യും. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലും റോഡരികിലുമുള്ളവർക്കെല്ലാം ഭക്ഷണം കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ പോയി അവരെയൊക്കെ കുളിപ്പിച്ചൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ എന്നെ കൊണ്ട് പറ്റാവുന്ന സാമ്പത്തിക സഹായമെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എഫേസോസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ഷൈനിയുടെ സാക്ഷ്യം നമ്മുടെ അൾത്താരയിൽ പങ്കുവെച്ചത് തൻ്റെ മോന് ഒരു നല്ല ജോലി കിട്ടി വിദേശത്ത് പോയി. അതിൽ നിന്ന് കമ്പനിയുടെ പ്രോജക്റ്റ് നഷ്ടപ്പെട്ടപ്പോൾ ആ ജോലി നഷ്ടപ്പെട്ടു. അവൾ വളരെയധികം നിരാശരായി. ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങി. അതിനുശേഷം അവർക്ക് ഉടനെ തന്നെ ജോലി കൊടുത്തെന്ന് പരിശുദ്ധമ്മ. അപ്പോൾ ഉടമ്പടി ജീവിതമാണ്. ഉടമ്പടിയിൽ അവർ ജീവിച്ചു. എങ്ങനെ? 5 കാര്യം നേടിയത് ഉടമ്പടി ജീവിതത്തിലൂടെയാണ്. അങ്ങനെയാണ് അവർക്ക് ഈ 5 കാര്യം സാധിച്ചു കിട്ടിയത്. യൂട്യൂബിൽ ആരാധന കൂടുമായിരുന്നു.
ഡെയിലി ബ്രെഡ് പങ്കെടുത്ത് അത് ഷെയർ ചെയ്യുമായിരുന്നു. ഇതെല്ലാം പ്രവർത്തികളാണ്. ഈ പ്രവൃത്തിയാണ് ഉടമ്പടി ജീവിതം. ഉടമ്പടി ജീവിതത്തിൽ വിശ്വാസവും വിശ്വസ്തതയും സമർപ്പണവും അവർ നേടിയപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധമ്മ ഇടപെട്ടു. അവരിലുണ്ടായിരുന്ന എല്ലാ കുറവുകളും അമ്മ നിറവാക്കി കൊടുത്തു. സഞ്ചാരിയമ്മ, സമയത്തിൻ്റെ അമ്മ, സമയമായില്ലെങ്കിൽ പോലും സാധിച്ചു കൊടുക്കുന്ന ഈശോയോട് അമ്മ പറയുന്ന വാക്കുകളൊന്നും ഈശോ തള്ളിക്കളയില്ലെന്ന് ഈ ഇവരുടെ സാക്ഷ്യത്തിലൂടെ നമ്മൾക്ക് പറഞ്ഞു തന്നു. അങ്ങനെ അമ്മ പറഞ്ഞ കാര്യം ഈശോ സാധിച്ചു കൊടുത്ത് അവരെ അനുഗ്രഹിച്ചെന്ന് ഈ സാക്ഷ്യത്തിലൂടെ നമ്മോട് പറയുകയുണ്ടായി. പരിശുദ്ധമ്മ ഇവർക്ക് കൊടുത്ത അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.